ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് പറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു നിരയായത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. മനസ്സിലായോ? ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായി വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ, എന്റെ ഉമ്മ ചെറുവാടിയാ, കൊളക്കാടനാണ് എന്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം പുത്തം വീട്ടില. ഉത്തരം പറയുന്നവർ ഉത്തരം മുട്ടിക്കുകയാണ്, കൊഞ്ഞനം കാട്ടുകയാണ്. ഈ രീതി തുടർന്നാൽ ഈ നാട് എവിടെ എത്തും? നമുക്കൊരു എതിരാളി അവരൊരു ഫാസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മുടെ രക്ഷകനെന്ന് കരുതുന്നവന് നമ്മളോടൊപ്പം നിൽക്കുമ്പോ വീടിനകത്ത് ഒരു പൊട്ടക്കിണർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകും. ഈ പോലീസിംഗിന്റെ ഭാഗമായി കേരളം ഈ ഗവൺമെന്റിനെ വെറുക്കുന്നു, ഈ പാർട്ടിയെ വെറുക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ പോലീസിന്റെ ഇമ്മോറൽ ആക്ടിവിറ്റീസ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഈ പാർട്ടിയോടും ഈ മുന്നണിയോടും ഉണ്ടായിരുന്ന അടുപ്പം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ തണുപ്പിച്ച് പിന്നീട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, MLA ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് കരുതിയവർ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. ഇപ്പൊ ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഒരു ബന്ധമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവരാണ് സാധനം കൊണ്ടുവരുന്നത്, ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത്, ഇതിന്റെ പണം മുടക്കുന്നതും ലാഭമെടുക്കുന്നതും അവർ. എന്നിട്ട് കേസ് വേണം സുജിത്ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ, ചെറുപ്പക്കാരെ കൊടുക്കുക. 1 ഗ്രാം 2 ഗ്രാം നിയമത്തിന് വിധേയമായി 1 കൊല്ലമോ 1.5 കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക. അങ്ങനെ സർക്കാരിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത്ദാസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ, രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ.